പ്രവാസികൾക്ക് ആശ്വാസവാർത്തയുമായി യുഎഇക്ക് പിന്നാലെ സൗദിയും. യാത്രാവിലക്ക് മൂലം നാട്ടിൽ കുടുങ്ങിയ പ്രവാസികളുടെ വിസ നീട്ടി നൽകി അധികൃതർ. മാസങ്ങളായുള്ള വിലക്ക് മൂലം അനിശ്ചിതത്വത്തിലായ പ്രവാസികൾക്ക് ഇനി അല്പം ആശ്വസിക്കണം. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾക്ക് വിലക്ക് തുടരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വിസകളുടെ കാലാവധി സെപ്റ്റംബർ 30 വരെ നീട്ടിയതായി സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. സൗജന്യമായാണ് വിസ കാലാവധി നീട്ടി നൽകുകയെന്ന് മന്ത്രാലയം ട്വിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു. അതേസമയം മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസകൾക്ക് ഇത് ബാധകമല്ല എന്നും കൂട്ടിച്ചേർത്തു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ യാത്രാവിലക്കിനെ തുടർന്ന് വിസയുടെ കാലാവധി നഷ്ടപ്പെട്ടവർക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുകയെന്നും മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി. ഇത് പ്രകാരം ഇന്ത്യ ഉൾപ്പെടെ 13 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. സൗദി ഭരണാധികാരി സൽമാൻ രാജയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടപടി സ്വീകരിച്ചത്. അതേസമയം കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിൽ പ്രവാസികളോടൊപ്പം നിൽക്കാനുള്ള സൗദി ഭരണകൂടത്തിന്റെ താൽപര്യമാണ് ഇതിൽ പ്രകടമാകുന്നതെന്നും വിസ കാലാവധി നീട്ടുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞതായും മന്ത്രാലയം അറിയിച്ചു. അതോടൊപ്പം തന്നെ സൗദി പൗരന്മാരുടെ വിദേശ രാജ്യ സഞ്ചാരത്തിൽ ഗണ്യമായ കുറവെന്ന റിപ്പോർട്ടും പുറത്തുവന്നു. കഴിഞ്ഞ മാസം സന്ദർശിച്ച വിദേശ രാജ്യങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നതായി ട്രാവൽ ഏജൻസി രംഗത്തെ ഒരു പഠന റിപ്പോർട്ട് വ്യക്തമാക്കിയത്. കോവിഡ് മഹാമാരി കാലത്തെ പ്രതിസന്ധിയിലും യാത്രാ നിയന്ത്രണത്തിലും പെട്ട് സൗദികൾ വിദേശയാത്രകൾ കുറച്ചെന്നും രോഗഭീതി കുറഞ്ഞ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളിലേക്ക് മാത്രം യാത്രകൾ പരിമിതപ്പെടുത്തിയെന്നും സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. സൗദി പൗരന്മാർ സന്ദർശനം നടത്തിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന ടിക്കറ്റുകൾക്കും ഹോട്ടൽ ബുക്കിംഗിനുമാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത്. ടൂറിസം മേഖലയിലേക്കുള്ള ഉല്ലാസയാത്രകൾക്ക് വിനോദസഞ്ചാരത്തിന് മുമ്പുണ്ടായിരുന്ന പ്രിയം കുറഞ്ഞു വരുന്നതായും പഠനങ്ങൾ പറയുന്നു. ഇതാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.